ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ആ സ്തോത്രകാവ്യം 100 ദശകങ്ങളിലൂടെ പട്ടേരിപ്പാട് സാക്ഷാൽ നാരായണന് സമർപ്പിച്ച നറുനവനീതമാകുന്ന ശ്രീമന്നാരായണീയം. ആ നാരായണീയ അമൃതത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓരോ ദിവസവും ഓരോ ശ്ലോകം എന്ന രീതിയിൽ നാരായണീയ മധുരമായി. ഈ നാരായണീയ മധുരം ഇന്ന് 30ാമത്തെ ദിവസമാണ്. ഇതോടുകൂടി 3ാമത്തെ ദശകം ഇന്ന് പൂർത്തിയാവുകയാണ്. ഭഗവാന്റെ കരുണ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അവിടുത്തേക്ക് ദുഷ്കീർത്തി ഉണ്ടാവരുതേ ഭഗവാനെ, അതിനുവേണ്ടിയെങ്കിലും എൻ്റെ രോഗം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ച പട്ടേരിപ്പാട് ഭഗവാന്റെ കൃപയുണ്ടാകുന്നതുവരെ, അല്ലെങ്കിൽ തൻ്റെ ഈ വ്യാധിയും അതിലൂടെ ഉണ്ടാകുന്ന ആധിയും തീരുന്നതുവരെ ശക്തിക്കനുസരിച്ച്, ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ശക്തിക്കനുസരിച്ച് ക്ഷേത്രഭജനം നടത്താൻ തീർച്ചപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം ഉപസംഹരിക്കുന്നത്. ആർത്തപ്രലാപ ദശകം എന്ന് ഇതിനെ ആചാര്യന്മാര് പറയുന്നു. അപ്പോൾ ആ 10ാമത്തെ ശ്ലോകം 3ാമത്തെ ദശകം. കിമുക്തൈർഭൂയോഭി തവ ഹി കരുണായാവദുദിയാദഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥപ്രലപിത പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നതിനുതി നിഷേവാവിരചയൻ.
പട്ടേരിപ്പാട് പറയണു, ഭൂയോഭി ഉക്തൈ കിം. വളരെ പറഞ്ഞിട്ട് എന്താണ് ഗുരുവായൂരപ്പ, അവിടത്തേക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല അല്ലേ? വരദ ദേവ, വരങ്ങൾ തരുന്ന, ഭക്തന്റെ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്ന ഹേ ദേവ, തവ കരുണ യാവൽ ഉദിയാൽ താവത്, അവിടുത്തെ കാരുണ്യം എപ്പോഴുണ്ടാകുന്നുവോ ആ സമയം വരെ അഹം പ്രഹിത വിവിധാർത്ഥ പ്രലപിത, ഞാൻ പലതരത്തിലുള്ള ആവലാതി പറയലൊക്കെ ഉപേക്ഷിച്ചിട്ട് പുരക്ലിപ്തേ തവ പാദേ, മുമ്പിൽ വിളങ്ങുന്നതായ അവിടുത്തെ തൃപാദങ്ങളിൽ യഥാശക്തി, എൻ്റെ ശക്തി അനുസരിച്ച് നതിനുതി നിഷേവാ വിരചയൻ, നമസ്കാരം, സ്തുതി, ഭജനം, നതി നുതി നിഷേവ വിരചയൻ, ഇതൊക്കെ ചെയ്തുകൊണ്ട് ദിവസാൻ നേഷ്യാമി വ്യക്തം, ദിവസങ്ങളെ കഴിച്ചുകൂട്ടും തീർച്ചയാണ് എന്ന് പറയുന്നു. ഇവിടെ രോഗം മാറ്റിത്തരാനും അതോടൊപ്പം തന്നെ ഭക്തി വർദ്ധിപ്പിക്കാനും കരുണ വേണം ഭഗവാനെ എന്ന പട്ടേരിപ്പാടിൻ്റെ ആവലാതിയാണ്, ആർത്തപ്രലാപമാണ് ഈ 10 ശ്ലോകങ്ങളിലും നമ്മൾ പലപ്പോഴും കേട്ടത്. അപ്പോൾ അത് വിട്ടിട്ട് സ്തുതി നിർമ്മിച്ചും കൊണ്ട് ഈ സ്തോത്രകാവ്യത്തെ വേണ്ട പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ദിവസങ്ങൾ കഴിച്ചുകൂട്ടാൻ താൻ തീർച്ചപ്പെടുത്തി, അത് ഉറപ്പാണ് ഭഗവാനെ, ഇതെൻ്റെ പ്രതിജ്ഞയാണ് എന്ന രീതിയിൽ. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു, രോഗവും ഭക്തിയും തമ്മിലുള്ള ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ അവസാനം ആര് ജയിച്ചു? പതിവ് പോലെ, അല്ലെങ്കിൽ എപ്പോഴും ഉള്ളതുപോലെ ഭക്തി തന്നെ അവിടെ ജയിച്ചു. ഭാഗവതം ആദ്യത്തെ സ്കന്ധത്തിൽ പരീക്ഷിത്ത് ആദ്യം തനിക്ക് ആ മൃത്യുഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഭാഗവത ശ്രവണം ആരംഭിക്കുന്നത് അല്ലേ? ഇവിടെ രോഗാദിക്ലേശങ്ങളിൽ നിന്ന് മോചനം നേടാൻ, അതിനുവേണ്ടിയാണ് ഭാഗവത കഥാകീർത്തനത്തിന് ഒരുങ്ങിയത്. അങ്ങനെ ആ ഭാഗവതത്തെ കമ്പോട് കമ്പ് പരിശോധിച്ച് അതിൽ നിന്ന് എടുക്കേണ്ടതിനെ എടുക്കുകയും തള്ളേണ്ടതിനെ തള്ളുകയും, കൊള്ളേണ്ടത് കൊള്ളുകയും തള്ളേണ്ടത് തള്ളുകയും ചെയ്തുകൊണ്ടാണ് പട്ടേരിപ്പാട് നാരായണീയ രചന ആരംഭിക്കുന്നത്. അപ്പം ഇവിടെ ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി, ഇങ്ങനെ 4 തരത്തിലാണ് ഭക്തന്മാരുള്ളത് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നു. അപ്പം ഇവിടെ ആർത്തനായ ഭക്തനാണ് പരീക്ഷിത്തും അതേപോലെ പട്ടേരിയും. ജിജ്ഞാസു, അറിയാനുള്ള ആഗ്രഹമുള്ള ആള്. അർത്ഥാർത്ഥി, വളരെ ധനം മോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹസാധ്യത്തിന് വേണ്ടി ഭഗവാനെ ഭജിക്കുക. ജ്ഞാനി, ജ്ഞാനത്തിനായിക്കൊണ്ട് അല്ലെങ്കിൽ അറിവ് കൊണ്ട് ഭഗവാനെ അറിയാൻ ശ്രമിക്കുക. അപ്പം ഇവിടെ ഈ 3 ദശകങ്ങളോടുകൂടി സത്യത്തിൽ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ മറ്റ് സ്കന്ധങ്ങളെ പോലെയല്ല പ്രഥമസ്കന്ധത്തെ പരീക്ഷിത്ത് സമീപിച്ചിട്ടുള്ളത് എന്നും അറിയാൻ സാധിക്കും. മറ്റ് സ്കന്ധങ്ങളെ സംഗ്രഹിക്കുമ്പോൾ കഥകളും മറ്റും സംഗ്രഹിക്കുകയാണ് പട്ടേരി ചെയ്തത്. ഇവിടെയോ കഥാംശങ്ങളെ വിട്ടുകളഞ്ഞ് മുഖ്യഭാവങ്ങളെ മാത്രം സൂചിപ്പിച്ച് സ്കന്ധത്തിൻ്റെ താല്പര്യം ഒരു ആർത്തനും ഭക്തനും, ആർത്തനായ ഭക്തന്റെ ഭക്തിദാർഢ്യത്തെ കൂടുതൽ എടുത്ത് കാണിച്ചു. പ്രഥമസ്കന്ധം ഭാഗവതത്തിൻ്റെ പീഠികയാണെങ്കിൽ ഈ ദശകത്രയം, ഈ 3 ദശകങ്ങൾ നാരായണീയത്തിൻ്റെ പീഠികയായി സജ്ജനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ ശ്രീഹരീയ പരിഭാഷ. കിമുക്തൈർഭൂയോഭിസ്തവ ഹി കരുണായാവദുദിയാദഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിത
പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നതിനുതി നിഷേവാ വിരചയൻ. എന്തിനേറെ പറയുന്നു ഇന്ദിരാരമണാദേവ, വന്ദിക്കുന്നേൻ നിൻ പാദങ്ങൾ അവിരാമം ഞാൻ. യഥാശക്തി നമസ്കാര പൂജാദികൾ ചെയ്തിടുവാൻ യമുനാവേഗ സംഹാരി സോദരാകാക്കൂ. നാരായണ 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 രാധാ ഗോവിന്ദ.